എല്ലാവർക്കും നമസ്കാരം. രേവതി നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രേവതി നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. നവഗ്രഹങ്ങളിലൊന്നായ ചൊവ്വയുടെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മ തിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് രേവതി. അതുകൊണ്ട് രേവതി നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ചൊവ്വ നക്ഷത്രാധിപനായ മകയിരം, ചിത്ര, അവിട്ടം എന്നീ നാളുകളിൽ ജനിച്ചവരും ചൊവ്വ രാശിധിപനായ മേടം, വൃശ്ചികം എന്നിവ രാശിയായോ അല്ലെങ്കിൽ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് ചൊവ്വയ്ക്ക് സഹോദരങ്ങൾ, ഭൂമി, ആയുധങ്ങൾ തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരക രീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് മകയിരം, ചിത്ര, അവിട്ടം എന്നീ നാളുകാരും മേടം, വൃശ്ചികം രാശിയായോ അല്ലെങ്കിൽ ലഗ്നമായോ ജനിച്ചവരും രേവതി നാളുകാർക്ക് നൽകുക. ഉദാഹരണത്തിന്, കഴിഞ്ഞ ജന്മത്തിൽ സഹോദരങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികൾ ഈ ജന്മത്തിൽ രേവതി പോലെയുള്ള ചൊവ്വയുടെ കർമ്മദോഷമുള്ള നാളിൽ ജനിക്കുകയും അവർക്ക് സഹോദരങ്ങളിൽ നിന്നും ചൊവ്വയുടെ നാളുകളിലും രാശികളിലും ജനിച്ചവരിൽ നിന്നും സമാനമായ പ്രവൃത്തികളെ നേരിടേണ്ടി വരുന്നതുമാണ്. അതേസമയം കഴിഞ്ഞ ജന്മത്തിൽ സഹോദരങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് ഈ ജന്മത്തിൽ സഹോദരങ്ങളിൽ നിന്നും ചൊവ്വയുടെ നാളിൽ ജനിച്ചവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് ചൊവ്വയുടെ നാളിൽ ജനിച്ചവർ മൂലം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ കൂടുതൽ ലഭിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ജാതകത്തിൽ ചൊവ്വ 4, 8, 12 ഭാവങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രേവതി നാളുകാർക്ക് വാഹനാപകടങ്ങൾ ഉണ്ടാവുക, സർജറി ചെയ്യേണ്ടി വരിക, ഇതുപോലുള്ള പല ദോഷഫലങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന രേവതി നാളുകാർ ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി ലഭിക്കാനും വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കാനും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നാളുകാരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.